ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ റെസിപ്പി ചിക്കൻ മക്രോണിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് എടുക്കാം. നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായി വാർന്നു പോയ ശേഷം നമുക്കതിലേക്ക് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 3 ടേബിൾ ടീസ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടി. അപ്പോൾ നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ ടീസ്പൂണ് വിനാഗിരി, ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഈ മസാല ഉണ്ടാക്കി ചിക്കനിലോട്ട് പുരട്ടി വെക്കാം. അപ്പോൾ നമുക്ക് വിനാഗിരിക്ക് പകരം തൈരോ ചെറുനാരങ്ങയുടെ നീരോ ഇതേ അളവിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല പുരട്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള, നന്നായി വേവും ചെയ്യും. പിന്നെ ചിക്കൻ ഇങ്ങനെ ആര് പോലെ ഇരിക്കില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ സമയം നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൂടായ പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ചിക്കന് ഇട്ട് നമുക്ക് സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കാം. അപ്പം മൊരിഞ്ഞ് പോവണ്ട, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ 2 സൈഡും നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസ് പുതുതായി വന്ന പോലെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക കേട്ടോ. അപ്പോൾ വീഡിയോസിനൊക്കെ റീച്ചൊക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ തവി വെച്ചിട്ട് തന്നെ നമുക്കൊന്നിങ്ങനെ കുത്തി നോക്കിയാൽ തന്നെ നമ്മുടെ ചിക്കൻ പൊടിഞ്ഞ് പോരുന്നത് കാണാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും, 1 ടേബിൾ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു ചെറിയ പച്ചമുളക്, ഈ പറഞ്ഞ പോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഒരു ബ്രൗൺ നിറം ആവുന്ന സമയം ഒരു ചെറിയ സവാള ചതുരനെ ചെറുതായി മുറിച്ചത് ഒന്ന് വാട്ടി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചതുരനെ കനം കുറച്ച് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇതും കൂടെ ചേർത്ത് ഒരല്പം വേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വാടി വരെ മാത്രമേ വേണ്ടി, ഒരുപാട് വെന്ത് കുഴയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ തക്കാളിയുടെ കാര്യമായാലും വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ക്യാപ്സിക്കം കഴിക്കണ പോലെ തന്നെ കഴിക്കാൻ പറ്റണം. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ ചിക്കനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളകും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കണക്കാക്കിയിട്ട് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഇവിടെ ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് പഞ്ചസാര, അതും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന വരെയുള്ള സമയം, അപ്പോൾ ഈ പഞ്ചസാര അല്പം ചേർക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു ഇതിന് അല്പം കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസോ അതല്ലെങ്കിൽ നമ്മൾ മൊസറല്ല ചീസോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസ് ആകുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഈ സമയം ചേർത്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ ക്രീം ചീസാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 ടേബിൾ ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അതല്ലെങ്കിൽ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ചിക്കനിലൊക്കെ നന്നായി മസാല പിടിച്ച് വരട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ മക്രോണിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഒരല്പം ഉപ്പും ഓയിലും കൂടെ ചേർത്ത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള മക്രോണിയാണ്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ വാർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതും കൂടെ ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെറു തീയിൽ
ഒരു 3-4 മിനിറ്റ് ഈ മസാലയും മക്രോണിയും കൂടിയിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മക്രോണി തയ്യാറാക്കിയെടുക്കുക. ക്രീം ചീസ് ആകുമ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ക്രീം ചീസ് കയ്യിലില്ല എങ്കിൽ നമുക്ക് ക്രീം ചീസിന് പകരം നമുക്ക് കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് കൊടുത്താലും മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. മൊസറല്ല ചീസ് ആകുമ്പോൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ മക്രോണി എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ചീസ് ചെറുതായി മൊസറല്ല ചീസ് ചീവിയെടുത്ത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.